എല്ലാവർക്കും വില്വമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം. രണ്ടാം സർഗത്തിലെ 65 ശ്ലോകങ്ങൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഇന്ന് 66ാമത്തെ ശ്ലോകം മുതൽ നോക്കാം. നൃത്യന്തമത്യന്തവിലോകനീയം കൃഷ്ണം മണിസ്തം ഭഗതം മൃഗാക്ഷി നിരീക്ഷ്യ സാക്ഷാദിവ കൃഷ്ണമഗ്രേ ദ്വിധാവിതേനേ നവനീതമേകം. ഇത് ഉപജാതി എന്ന വൃത്തത്തിലാണ്. രത്നം പതിച്ചുള്ളൊരു തൂണിൽ ബിംബിച്ചവൻ്റെ നൃത്തം തെളിവാർന്നു കാൺകെ രണ്ടാമതാം കൃഷ്ണനു നൽകുവാനായി രണ്ടാക്കി ഗോപാംഗന വെണ്ണ വേഗം. ഒരു ഗോപ സ്ത്രീ തൻ്റെ മുമ്പിൽ ആടിക്കുഴഞ്ഞ് നൃത്തം ചെയ്യണ ശ്രീകൃഷ്ണനെ അവിടെ അടുത്തുള്ള രത്നം പതിച്ച തൂണിൽ പ്രതിബിംബിച്ച് കണ്ടു എന്നാണ്. ശ്രീകൃഷ്ണൻ ആടിക്കുഴഞ്ഞ് നൃത്തം കളിക്കുമ്പോൾ അവിടെയുള്ള രത്നം പതിച്ച തൂണിൽ ഈ കളിക്കണ കൃഷ്ണൻ്റെ നിഴൽ അല്ലെങ്കിൽ പ്രതിബിംബം കണ്ടു. അപ്പോൾ ആ ഗോപസ്ത്രീ എന്താ ചെയ്തത്? അത് വേറെ ഒരു കൃഷ്ണനാണ്, രണ്ടാമതൊരു കൃഷ്ണനാണ് എന്ന് ഭ്രമിച്ചിട്ട് ആ കൃഷ്ണനും കൂടി വെണ്ണ കൊടുക്കണ്ടേ, ഒരാൾക്ക് മാത്രമായിട്ട് എങ്ങനെയാണ് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന വെണ്ണ രണ്ടായി പകുത്തു എന്നാണ്. ഇത് നിഴലാണ് എന്നുള്ള ഒരു ബോധം ഉണ്ടായില്ല എന്നർത്ഥം. ഭ്രമിച്ചു എന്ന് പറഞ്ഞാൽ നിഴലാണ് ഈ കളിക്കണത്, മറ്റേതിൻ്റെ നിഴലാണ് എന്നുള്ളൊരു ബോധം ഉണ്ടായില്ല എന്നർത്ഥം. അപ്പോൾ അതിനും കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് രണ്ടായി പകുത്തു. ആകെ ഉണ്ടായിരുന്ന വെണ്ണയിൽ ആ വെണ്ണ രണ്ടായി പകുത്തു, രണ്ടു പേർക്കും കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട്. അതാണ് ഈ ശ്ലോകത്തിൽ പറയണത്. അടുത്ത ശ്ലോകം നേരം പുലർന്നിട്ടും എണീക്കാതെ ഉറക്കം നടിച്ച് കിടക്കണ കൃഷ്ണനെ വിളിച്ചിട്ട് കണ്ണു തുറന്നില്ലേ എന്ന് നോക്കുകയാണ് യശോദ. മകനെ വിളിച്ചെണീപ്പിക്കണ ശ്ലോകമാണ് ഇത്. രഥോത്ഥത വൃത്തത്തിലാണ്. വത്സജാഗൃഹി വിഭാതമാഗതം വത്സജാഗൃഹി വിഭാതമാഗതം ജീവകൃഷ്ണ ശരദാം ശതം ശതം ഇത്യുദീര്യ സുചിരം യശോദയാ ദൃശ്യമാനവദനം ഭജാമഹേ. നേരമായി എഴുന്നേൽക്കു കൺമണി ദീർഘകാലമിഹ നീ വസിക്കണം. ഇത്തമോദിയ യശോദ നോക്കവേ ദൃശ്യമായ വദനം ഭജിച്ചിടാം. ഉണ്ണി ഉണരൂ, ഓമനെ എണീക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ യശോദ ഉണ്ണിക്കണ്ണനെ വിളിച്ചെണീപ്പിക്കുകയാണ്. ഉണ്ണി നീ ദീർഘായുസ്സായിരിക്കട്ടെ എന്നൊക്കെയാണ് പറയണത്. നമ്മൾ MS സുബ്ബലക്ഷ്മി ചൊല്ലുന്ന ഒരു കീർത്തനം കേട്ടിട്ടില്ലേ? ഉത്തിഷ്ഠോത്തിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത ത്രൈലോക്യം മംഗളം കുരു. ഇത് കേൾക്കാറില്ലേ നമ്മൾ? രാവിലെ അമ്പലത്തിലൊക്കെ വെച്ചിട്ട് അങ്ങനെ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ? ആ ഒരു അർത്ഥം തന്നെയാണ് ഇതിലും പറയണത്. യശോദ ഈ ഉണ്ണിക്കണ്ണൻ്റെ മുഖം ഇങ്ങനെ കണ്ണിമയ്ക്കാതെ ഇരിക്കത്രേ. അങ്ങനെ യശോദയ്ക്ക് ആ മുഖം എത്ര നേരം നോക്കിയാലും മതി വരില്ല എന്നാണ് പറയണത്. ഇങ്ങനെ അനുനിമിഷം പുതിയ കാന്തിപൂരം പ്രവഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഖമാണ് കണ്ണൻ്റേത് എന്നാണ് പറയുന്നത്. അനുനിമിഷം പുതിയ കാന്തിപൂരം ഇങ്ങനെ കണ്ണൻ്റെ മുഖത്തുനിന്ന് പ്രവഹിക്കുകയാണ് എന്നാണ് പറയണത്. പൂന്താനം വില്വമംഗലം. അങ്ങനെയുള്ള ആ മുഖത്തുനിന്ന് യശോദയ്ക്ക് കണ്ണെടുക്കാനേ തോന്നണില്ല എന്നാണ് പറയണത്. അങ്ങനെയുള്ള ആ മുഖപത്മത്തോടു കൂടിയ ശ്രീകൃഷ്ണസ്വാമിയെ
ഞങ്ങൾ ഭജിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. അടുത്ത ശ്ലോകം 68 മന്ദാക്രാന്ത എന്ന വൃത്തത്തിലാണ്. ഓഷ്ഠം ജിഘ്രൻ ശിശുരിതി ധിയാ ചുംബിതോ വല്ലവീഭി കണ്ഠം ഗൃഹ്ണന്നരുണിമപദം ഗാഢമാലിംഗിതാംഗ ദോഷ്ണാലജ്ജാവതമഭിമൃശന്നംഗമാരോപിതാംഗോ ധൂർത്തസ്വാമി ഹരതു ദുരിതം ദൂരതോ ബാലകൃഷ്ണ. ഗോപസ്ത്രീകൾ ലലനനവനെ ലാളനം ചെയ്ത നേരം ലജ്ജിപ്പിക്കും വിധമുടലിലായി കൈകളോടിച്ച ശേഷം കണ്ഠം തന്നിൽ ചടുലതരമായി ഗാഠമാശ്ലേഷമേകും ധൂർത്തൻ കണ്ണൻ ദുരിതശമനം നൽകണം നാൾക്കുനാളിൽ. കൊച്ചുകുട്ടിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗോപസ്ത്രീകൾ ശ്രീകൃഷ്ണനെ എടുത്ത് കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, ലാളിക്കും. കുഞ്ഞു കുട്ടികളെ നമ്മൾ ലാളിക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അവർ കണ്ണൻ്റെ മുഖത്തും ചുണ്ടിലും ഒക്കെ ചുംബിക്കും. ആ സമയത്ത് ഈ കൃഷ്ണനാവട്ടെ അവരുടെ അധരാമൃതം പാനം ചെയ്യും എന്നാണ് വില്വമംഗലം പറയണത്. അതുപോലെ ഈ ഗോപയുവതികൾ ശ്രീകൃഷ്ണനെ കുട്ടിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണത്രേ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ചിലപ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ ഈ കുട്ടിയായ കൃഷ്ണൻ എന്ത് ചെയ്യും? ആ രക്തവർണ്ണ ആയിട്ടുള്ള ആ ഗോപികളുടെ കഴുത്തിൽ ഗാഠമായി കെട്ടിപ്പിടിച്ച് പരമാനന്ദം അനുഭവിക്കും എന്നൊക്കെയാണ് വില്വമംഗലം സ്വാമിയാർ പറയണത്. ചിലപ്പോൾ ഈ തരുണികളായ ഗോപാംഗനകൾ അവരെ ലജ്ജിപ്പിക്കും എന്നാണ് കൃഷ്ണൻ ഈ കുഞ്ഞ് ചെറിയ യുവതികളായ ചെറിയ എന്ന് വെച്ചാൽ തരുണികൾ എന്ന് പറഞ്ഞാൽ 17-18 വയസ്സൊക്കെയുള്ള ആ കുട്ടികൾ ആയിട്ടുള്ള പെൺകുട്ടികളെ കണ്ണൻ ലജ്ജിപ്പിക്കും എന്ന് പറയണം. അവർ കൃഷ്ണനെ എടുക്കുമ്പോൾ കൃഷ്ണൻ അവരുടെ ദേഹത്തോടെയൊക്കെ തലോടും അത്രേ. കൈകൊണ്ട് പിന്നെയും അവരെ തലോടും എന്നാണ് പറയണത്. ഇതിൽ കണ്ടോ, തർജ്ജമയിൽ പറയണത് നോക്കൂ. കണ്ഠം തന്നിൽ ചടുലതരമായി ഗാഠം ആശ്ലേഷമേകും ലജ്ജിപ്പിക്കും വിധമുടലിലായി കൈകളോടിച്ച ശേഷം കണ്ഠം തന്നിൽ ചടുലതരമായി ഗാഠമാശ്ലേഷമേകും. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ഈ ബാലനായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ധൂർത്തന്മാരിൽ അഗ്രഗണ്യനായിരിക്കുന്ന ഈ ബാലകൃഷ്ണൻ നമ്മുടെ ദുരിതങ്ങളെയെല്ലാം ശമിപ്പിക്കുമാറാകട്ടെ എന്നാണ് വില്വമംഗലം ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ഒരു ശ്ലോകം കൂടി നോക്കാം. ഇത് ശാർദൂല വിക്രീഡിത വൃത്തത്തിലാണ്. ഏതേ ലക്ഷ്മണ ജാനകീ വിരഹിണം മാം ഖേദയന്ത്യംബുദാ മർമാണീവ ച ഘട്ടയന്ത്യലമമീ ക്രൂരാഃ കദംബാനിലാഃ ഇത്തം വ്യാഹൃതപൂർവജന്മചരിതോ യോ രാധയാ വീക്ഷിത സേർഷ്യാശങ്കിതയാ സ ന സുഖയതു സ്വപ്നായമാനോ ഹരി. ഹേ ഹേ ലക്ഷ്മണ ജാനകീ വിരഹമാം ദുഃഖം ഘനം കൂട്ടിടുന്നെന്നല്ലെന്നുടെ മർമ്മമൊക്കെ പിളരുന്ന കാറ്റു വീശിയിടവേ ഇത്തം പൂർവചരിത്രമൊക്കെ കനവിൽ ചൊല്ലുന്ന കേൾപ്പിച്ചുടൻ രാധയ്ക്കീർഷ്യതയേകിടും ഹരി നമുക്കേകട്ടെ സമ്മോദനം.
ഇവിടെ കഴിഞ്ഞ അവതാരത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്, ഉറക്കത്തിൽ പറയാണ് എന്നുള്ള നാട്യത്തിൽ. അല്ലേ ലക്ഷ്മണ, ജാനകീദേവിയായിട്ട് പിരിഞ്ഞിരിക്കണ എന്നെ ഈ കാർമേഘങ്ങൾ ഇങ്ങനെ വല്ലാതെ വലയ്ക്കുന്നല്ലോ എന്ന് പറയുന്നു. അതുപോലെ കടമ്പ് മരത്തിൻ്റെ പൂക്കളിൽ തട്ടി വരുന്ന ഈ മന്ദമാരുതനുണ്ടല്ലോ, വളരെ കഠിന ഹൃദയനായി എൻ്റെ മർമ്മങ്ങളെ ഭേദിക്കുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ജന്മാന്തര ചരിത്രത്തെ ഉറക്കത്തിൽ വിളിച്ചു പറയുകയാണ് ഇത്രേ കൃഷ്ണൻ. ആ കൂട്ടത്തിൽ അങ്ങനെ പറയണ അവസരത്തിൽ ഈ രാധയ്ക്ക് ഈർഷ്യ തോന്നി. ഈർഷ്യയോടും ആശങ്കയോടും കൂടി രാധാദേവിയാൽ വീക്ഷിക്കപ്പെട്ട കൃഷ്ണൻ. ഇതൊക്കെ കേട്ടപ്പോൾ രാധാദേവിക്ക് ഇങ്ങനെ ഒരാശങ്ക തോന്നിയിത്രേ. അങ്ങനെ ഒരു നോട്ടം നോക്കി എന്നാണ് പറയുന്നത് രാധാദേവി. ആ നോട്ടം ഈക്ഷണം ചെയ്യപ്പെട്ട കൃഷ്ണൻ, രാധാദേവിയാൽ നോക്കപ്പെട്ട ശ്രീകൃഷ്ണൻ നമുക്ക് സന്തോഷം നൽകുമാറാകട്ടെ എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ വില്വമംഗലം പറയുന്നത്. അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത തവണ നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.